ഹലോ സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട്, എല്ലാവരും നീച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ തലേ ദിവസം തന്നെ പാലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പാലും പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ എന്നിട്ട് തലേ ദിവസം തന്നെ ഉണ്ടാക്കി കുടിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഒരു പാക്കറ്റ് പാൽ ഞങ്ങൾ അങ്ങനെ തന്നെ വാങ്ങിയിട്ട് ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിലിട്ടിച്ചിട്ടോ, ഭയങ്കര തണുപ്പല്ലേ, അപ്പോൾ കേടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചായ അങ്ങനെ രാവിലെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ഉണ്ട്. പിന്നെ ഏട്ടനൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കാണ് കേട്ടോ. പിന്നെ കുറച്ച് ചോറ്, ഇന്നലത്തെ ചോറും ചിക്കനൊക്കെ ബാക്കി ഉണ്ടായിരുന്നു, അതും ഉണ്ട്. പിന്നെ പഴവും കൊണ്ടുവന്നിട്ടുണ്ട്, ബെന്നുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ കഴിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ രാവിലെ തന്നെ ബ്രെഡ് കൊടുക്കുകയാണ് കേട്ടോ. ബ്രെഡും ചായ ഇങ്ങനെ കൊടുക്കുക വിചാരിച്ചിട്ട് അവർക്ക് അങ്ങനെ രാവിലെ തന്നെ കൊടുത്തു. പിന്നെ ഞങ്ങൾ 8 മണിയൊക്കെ ആയപ്പോഴത്തേന് കുളിച്ച് ഫ്രഷായി, തല നനച്ചിട്ടില്ല കേട്ടോ. പിന്നെ മേൽക്കഴുകലും ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോരുകയാണ്. തല നനച്ചാൽ ചിലപ്പോൾ 8ൻ്റെ പണി കിട്ടുമെന്ന് കരുതിയിട്ടാണ്. നല്ല തണുപ്പുണ്ട് വെള്ളത്തിനൊക്കെ. അപ്പോൾ തല നനച്ചിട്ടില്ല. ഹോട്ട് വാട്ടർ ഉണ്ട്, പക്ഷേ ചൂടുവെള്ളം തലയിൽ പാരണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ തല നനയ്ക്കാത്തത്. അപ്പോൾ ഞങ്ങൾ അടുത്തതായിട്ട് 8 മണിയൊക്കെ ആയപ്പോഴത്തേന് ഏകദേശം ചായ കൂടി ഇതൊക്കെ കഴിഞ്ഞിറങ്ങി കിന്നക്കോര പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. അവിടെയും തന്നെ ഒരു വ്യൂ പോയിൻ്റാണ് കാണാനുള്ളത്. പിന്നെ മക്കളൊക്കെ ജസ്റ്റ് ഒന്ന് മേൽ കഴുകി വെച്ചിട്ട് തന്നെ ഉള്ളൂ കേട്ടോ ചൂടുവെള്ളത്തിൽ. ആരുടെയും തല നനച്ചിട്ടില്ല കേട്ടോ. തണുപ്പ് അങ്ങനെ നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിനൊക്കെ കേട്ടോ. പക്ഷേ പൊതുവേ ഞാൻ പറഞ്ഞല്ലോ, ക്ലൈമറ്റ് ഭയങ്കര നല്ല തണുപ്പൊന്നുമില്ല, സഹിക്കാൻ പറ്റാത്തത്ര തണുപ്പൊന്നുമില്ല കേട്ടോ. ചെട്ടിട്ടിരിക്കേണ്ട അത്രയൊന്നും തണുപ്പുണ്ടായിരുന്നില്ല. പിന്നെ ആമിമോക്ക് കുറച്ച് കാറ്റടിച്ചപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി കേട്ടോ. അവൾക്ക് പിന്നെ തണുത്ത കാറ്റും കൂടി ആയപ്പോഴേ മൂക്കടപ്പും ചെവി അടക്കലൊക്കെ ആയിരുന്നു. പിന്നെ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേന് പ്രോബ്ലം ഒന്നുമില്ല പറഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ പോയി. പിന്നെ അവിടുന്ന് കുറച്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ, ഒരു 10-40 കിലോമീറ്റർ ഉണ്ട് കിന്നക്കോര പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ ഒരു 1 വേ റൂട്ടാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരു കാട്ടുകൂടൊക്കെ പോണ പോലെ തന്നെ. ഊട്ടിയിൽ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ ചോദിക്കുകയും ചെയ്തു കേട്ടോ. കാരണം കുറച്ച് കാടൊക്കെ നിറഞ്ഞൊരു സ്ഥലമാണ് ഇത്. പിന്നെ അവിടെ തമിഴ്നാട്ടിലത്തെ ഒരു പ്രത്യേകതയാണല്ലോ, കുറേ അടുത്തടുത്ത അമ്പലങ്ങളുണ്ടാവും. അപ്പം ആ അമ്പലത്തിലത്തെ ഒരു ആഘോഷമാണ് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ സ്ത്രീകളൊക്കെ ഇങ്ങനെ കുടത്തിൽ വെള്ളമാണോ മഞ്ഞൾ വെള്ളമാണോ എന്താണെന്നൊന്നും അറിയില്ല, അതൊക്കെ തലയിൽ വെച്ച് അങ്ങനെ പോകുന്നുണ്ട്. പറയുമ്പോൾ ഇത് വെറും കാടാണ്, അവിടെയും കൂടെ ആൾക്കാർ കേട്ടോ. അധികം ആൾതാമസമൊന്നും ഉള്ളതായിട്ട് തോന്നണില്ല, പക്ഷെ എന്നാലും അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വളവും തിരുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് തലേ ദിവസം പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. അണ്ണാമലയിൽ പോണതിന് പകരം കിന്നക്കോര പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ രാത്രി യാത്ര ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം വന്യമൃഗങ്ങൾ നല്ലോണം ഉണ്ടാവും. ഏട്ടനൊക്കെ ഞാൻ പോയി എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അന്ന് പോയെന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ച് റിട്ടേൺ വരുന്നത് ഒരു 6:30 ഒക്കെ ആയപ്പോഴാണ്. 6:30-7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം തന്നെ ഉണ്ട് നിറച്ച് കാട്ടുപോത്തുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടികളെ മക്കളൊക്കെ കൊണ്ട് പോകുമ്പോൾ അതൊരു റിസ്ക്കാണ് വിചാരിച്ചിട്ടാണ് പിന്നെ തലേ ദിവസം പോകാഞ്ഞത്. അപ്പോൾ പിറ്റേ ദിവസം ആക്കിട്ടോ. പിറ്റേ ദിവസം രാവിലെ അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ പോണ വഴിയിലുള്ള വെള്ളച്ചാട്ടമൊക്കെയാണ് കേട്ടത്. പക്ഷേ ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. വരുമ്പോൾ ഇറങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയില്ല കേട്ടോ. അവിടേക്ക് എത്താൻ ലേറ്റ് ആവണ്ട വിചാരിച്ചിട്ടേ. പിന്നെയും തന്നെ നമുക്ക് റൂം ഒരു 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴത്തേന് വെക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അപ്പോഴത്തേന് നമ്മൾ ഇവിടുന്ന് പോകുന്ന നേരെ റൂമിലെത്തിയിട്ട് പിന്നെ അങ്ങനെ പോവാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ കണ്ടോ, പ്ലേസൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെയും തന്നെ കാണാൻ നമുക്കിങ്ങനെ ഒരു വ്യൂ പോയിൻ്റാണുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ അവിടെ ഒരു ഫാക്ടറിയിലൊക്കെ കയറി കേട്ടോ. തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഫാക്ടറിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ വീഡിയോസൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പോണ വഴിയിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളൊക്കെ കൊണ്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് തന്നെയാണ്. അവർക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണം, ഒന്ന് കാല് നിർത്തണം, ഒന്ന് അങ്ങനെ ചെയ്യണം, ഒന്ന് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് ഞങ്ങൾ വണ്ടി നിർത്തിയതായിരുന്നു കേട്ടോ. പിന്നെ പോണ വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. കുരങ്ങളാണ് കേട്ടോ. ഇതിനെന്താ സിംഹവാലൻ കുരങ്ങാണ് തോന്നുന്നു കണ്ടിട്ട്. കറക്റ്റ് എനിക്ക് അറിയില്ല. നല്ല ബ്ലാക്ക് കളറുള്ള കുരങ്ങായിരുന്നു കേട്ടോ. കറക്റ്റ് എനിക്ക് പേരിപ്പോൾ കിട്ടണില്ല. കണ്ടോ,
കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല കേട്ടോ. ഫോണൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ടുപോയാലോ വിചാരിച്ചിട്ട് ഭയങ്കര പേടിയായി. കാരണം ഇവർക്കൊന്നും അങ്ങനെ അധികം ആൾക്കാരെ കാണാത്തതല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ ഇറങ്ങിയില്ല. ഇതും തന്നെ ഞങ്ങൾ വഴിയിൽ ഒന്നങ്ങോട്ട് പോകുന്നതിന് ശേഷം ഇറങ്ങി നിന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ കാണുമ്പോൾ അവിടെ നിർത്തും. പിന്നെ ഇതാണ് പിന്നെ വ്യൂ പോയിൻറ്റിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ അടുത്ത് വണ്ടി നിർത്തി കൊടുത്ത് ഒരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു ബോണ്ടയാണോ ഉണ്ടയാണോ എന്താ അറിയില്ല, ഒരു സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തേനേക്കാളും എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറിയൊരു മധുരവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ചിങ്ങനെ പോരാണ് കേട്ടോ. വണ്ടി നിർത്തിയിട്ട് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും നടക്കുകയാണ്. ഇപ്പോൾ നടക്കണ 2 വഴിയിലും പിന്നെ പൂച്ചെടികൾ നിറച്ചുണ്ട് കേട്ടോ. കണ്ടോ, പൂച്ചെടി എന്നാണോ എന്താ ഇതിനെ പറയാമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞങ്ങളെ ഈ നാട്ടിലൊക്കെ പൂച്ചെടി എന്നാണ് പറയൽ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുന്നു, ഇവിടെയൊക്കെ ഓണമില്ലാത്തത് അവർക്ക് നന്നായി എന്നൊക്കെ പറയുമായിരുന്നു. അവർക്ക് ചെടികൾ കുഴിച്ചിടേണ്ട ആവശ്യമില്ല. അതാ കണ്ടോ, നിറച്ചുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് തന്നെ തേയിലത്തോട്ടങ്ങളും ഉണ്ട് കേട്ടോ. അവിടെ പിന്നെ പണിക്കാരുണ്ട്. അതൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നു കേട്ടോ വിജി. കണ്ടോ, കുറേ ആൾക്കാർ പണി ചെയ്ത് പിന്നെ തേയിലകളൊക്കെ ചാക്കിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഓടുകയെന്ന് ഞാൻ കേട്ടോ. അതാ കണ്ടോ, തേയില ചാക്കിലാക്കി പറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചാക്ക് ഇവിടെ കാണാനുള്ളൂ കേട്ടോ. കണ്ടോ. പിന്നെ ഞങ്ങളങ്ങനെ നടന്നു. കുറച്ചങ്ങോട്ട് കയറ്റമൊക്കെ ആയിട്ടാണ്, പക്ഷെ കാണാൻ ഭയങ്കര ലുക്കായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണത് അതുണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയണത്. നല്ല ഭംഗിയുണ്ട് എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുണ്ടാവും എത്രത്തോളം കാഴ്ചകൾ എത്രത്തോളം മനോഹരമാണ് എന്ന്. അപ്പോൾ അതാ കണ്ടോ, ഇന്നും തന്നെ ചെറിയൊരു മഴക്കോളുണ്ട്. പക്ഷെ എന്തായാലും മഴ പെയ്യൂലാന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെയും തന്നെ ശുഭേട്ടൻ ആദ്യം പോയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ശുഭേട്ടൻ അറിയുക. അപ്പോൾ ഏട്ടൻ മുന്നിൽ പോകുന്നുണ്ടോ. ഈ വ്യൂ പോയിൻ്റിൽ നിന്ന് നോക്കിയാൽ നമുക്ക് അട്ടപ്പാടി പാലക്കാട് ആ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ കാണാമെന്നാണ് പറയണത് കേട്ടോ. സത്യമാണ് കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നു ശുഭേട്ടൻ വെറുതെ തന്നെ തള്ളി വിടാൻ വേണ്ടിയിട്ട് പറയുകയാണെന്ന്. പക്ഷെ നമ്മൾ ഫോണിൽ പിന്നെ നമുക്ക് ലൊക്കേഷൻ കാണിക്കുമ്പോൾ പാലക്കാട് അട്ടപ്പാടി എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ കാണിക്കുന്നത് എനിക്ക് അട്ടപ്പാടി എന്നാണ് കേട്ടോ. പാലക്കാട് അട്ടപ്പാടി എന്നാണ് കാണിക്കുന്നത്. ഇതാ കണ്ടോ, ആ പ്ലേസാണ് അട്ടപ്പാടി എന്നാണ് പറയണത്. അട്ടപ്പാടി ഗ്രാമമാണെന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു കാണാൻ. ഇതാ കണ്ടോ, ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചാൽ എത്രത്തോളം ക്ലിയർ ആവുമെന്നൊന്നും എനിക്കറിയില്ല. കണ്ടോ, ഇതാണ് അട്ടപ്പാടി. അപ്പോൾ ഒരു ട്രിപ്പിൽ അട്ടപ്പാടി കണ്ടു, മൂന്നാർ കണ്ടു. മൂന്നാർ കാണുക പറയണത് ഏട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ തേയിലത്തോട്ടങ്ങളും സംഭവങ്ങളൊക്കെ കാണുമ്പോൾ പറയും, സായി ഇതന്നെയാണ് കേട്ടോ മൂന്നാർ, വേറെ എങ്ങോട്ടും പോകണ്ട, ഇവിടെ വന്നാൽ മതി. മൂന്നാറും കാണാം, ഇടുക്കിയും കാണാം, പിന്നെ അതേപോലെ തന്നെ അട്ടപ്പാടിയും കണ്ടു, ഊട്ടിയും കണ്ടു. 4 സ്ഥലങ്ങൾ കണ്ടു കേട്ടോ. ഞങ്ങൾ ഊട്ടിക്ക് വന്നതുകൊണ്ട് തന്നെ വെറുതെ തള്ളി വിടുമായിരുന്നു. എന്തായാലും ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ പതുക്കെ പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇന്നലത്തെ കുറച്ചുകൂടെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിച്ചു. നെയ്ച്ചോറും ആയതുകൊണ്ട് തന്നെ, പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് തണുപ്പും കൂടെ ആയതുകൊണ്ട് തന്നെ പിന്നെ ചീത്തയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ രാത്രിയല്ലേ വെച്ചത്, അപ്പോൾ ഫ്രഷ് തന്നെ ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ രാവിലെ ഉണ്ടാക്കിയ ഉപ്പുമാവ് ഉണ്ടായിരുന്നു, പഴം ഉണ്ടായിരുന്നു, ബ്രെഡും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മക്കൾക്കും എല്ലാവർക്കും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോണത് പിന്നെ അവിടെ ഞങ്ങൾ പോകുന്ന വഴിക്കൽ പറഞ്ഞല്ലോ ഒരു കൃഷിത്തോട്ടം ഉണ്ടെന്ന്. അപ്പോൾ അവിടെ കയറാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോരാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കാട്ടുപോത്തിനെ കണ്ടപ്പോൾ വേറൊരു കാര്യം കൂടെ പറയണ്ടെന്ന് പറഞ്ഞിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് താക്കോല് കൊടുക്കാൻ പോയപ്പോൾ ഏട്ടൻ അങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങനെ രാത്രി അങ്ങനെ ആരും പുറത്തേക്ക് ഇറങ്ങൂലല്ലേ എന്നൊക്കെ ഇങ്ങനെ വെറുതെ ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെ പിന്നെ ഇറങ്ങാറില്ല, 9 മണിക്ക് ശേഷം അവിടെ കരടി ഇറങ്ങും അത്രേ. അപ്പം ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് കരടിയും ആൾക്കാരൊന്നും വന്നില്ല കേട്ടോ. എന്തായാലും പിന്നെ ഞങ്ങൾ പറഞ്ഞ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്, കൃഷിത്തോട്ടം. അപ്പോൾ പോകുന്ന വഴി ഇങ്ങനെ കാണുമ്പോൾ ക്യാരറ്റ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഉള്ളി ഉണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് പിന്നെ ക്യാരറ്റിൻ്റെ പാടാണ്. അപ്പോൾ ക്യാരറ്റ് ഒരു ഭാഗത്ത് പറിച്ചെടുത്തതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അതിൽ കുറേ
ഉണ്ട് കേട്ടോ കിടക്കണം. അപ്പോൾ അത് അയാൾ പറഞ്ഞു അതൊക്കെ കേടാണ്. കേട് പറഞ്ഞാൽ ചെറിയ ഒരു ക്യാരറ്റിൻ്റെ ഒരു വശം അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം മാത്രമേ കേടുണ്ടാവുള്ളൂ, ബാക്കിയൊന്നും കേടുണ്ടാവില്ല. അതൊക്കെ അവിടെ തന്നെ ഇട്ടതാണ് കേട്ടോ. പിന്നെ ഇതാണ് അതിൻ്റെ പാടത്തിൻ്റെ തൊഴിലാളിയോ അതോ മുതലാളിയോ ആരും അറിയില്ല. എന്തായാലും മൂപ്പരോട് പറഞ്ഞപ്പോൾ മൂപ്പര് പറിച്ചരാ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഫ്രഷ് ക്യാരറ്റ് പറിക്കുകയാണ്. കണ്ടോ, നല്ല വലുപ്പമുണ്ട്, കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കണ്ടോ, സൂപ്പർ ഫ്രഷ് പറഞ്ഞാൽ ഫ്രഷ്. ഇപ്പം എടുത്തത് പറഞ്ഞില്ലേ, മരുന്നും മന്ത്രം ഒന്നും അടിക്കാത്ത സംഭവം. കണ്ടോ, എന്തായാലും മൂപ്പര് ഞങ്ങൾക്ക് കുറച്ചും കൂടെ പറിച്ചെന്നു കേട്ടോ. അപ്പം ചെറുത് നോക്കാതെ വലുത് നോക്കി പറക്കിട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. കണ്ടോ, അത് ഫുള്ളും ക്യാരറ്റാണ്. അപ്പോൾ ഒരു തുമ്മേ ഒരു ക്യാരറ്റ് അങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ കായാണോ എന്താണ് കുഴിച്ചിടുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എന്താണെങ്കിലും നല്ലോണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ ചെറിയൊരു ഡാമേജ് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ അവർ. കാരണം മഴ കൂടുതലായതുകൊണ്ട് ഇപ്പം നമുക്ക് ഒറ്റയും തെറ്റൊക്കെ ആയിട്ട് അങ്ങനെ മഴ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ആ മഴ കൂടുതലാവുമ്പോൾ ഇത് ചെറിയ ഭാഗത്തൊക്കെ ചീഞ്ഞു പോവുകയാണ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അത് ഇത് പറിച്ചപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര നഷ്ടം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. കണ്ടോ, അപ്പോൾ അയാൾ പറിച്ചത് ഒരു ചെറിയൊരു ഭാഗത്തേ കേടുള്ളൂ, പക്ഷേ അയാൾ അത് എടുക്കണില്ല കേട്ടോ. അത് ഞങ്ങൾക്ക് തരുന്നില്ല, വേണ്ട അത് കേടുന്നതാണ് എന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് പാടത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഞാനും കുട്ടികളും ആരും ഇറങ്ങിയിട്ടില്ല. ശിവേട്ടൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. ശിവേട്ടൻ പിന്നെ ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഇത് കുറച്ചിങ്ങോട്ട് ഇറങ്ങണം കേട്ടോ, താഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഇറങ്ങാൻ കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ആരും ഇറങ്ങിയില്ല, ഏട്ടൻ മാത്രം ഇറങ്ങിയിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വളരെ കുറഞ്ഞ പൈസയ്ക്കാണ് കേട്ടോ അത് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ ആ പൈസേനേക്കാളും ഒത്തിരി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏട്ടന് അവരോട് പറയുക ചെയ്തത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാണ് കേട്ടോ. കണ്ടോ, ഫ്രഷ് സാധനം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഞങ്ങളെടുത്തുള്ള വെള്ളത്തിൽ ഒന്നുകൂടെ കഴുകിയിട്ട് ഞങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. ഫ്രഷ് സാധനം, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. കണ്ടോ, പിന്നെ എല്ലാതും കൂടെ കെട്ടിപ്പെറുക്കി ഞങ്ങൾ വണ്ടിയിലിട്ട് പോന്നു കേട്ടോ. കണ്ടോ, എല്ലാവരും ഓരോന്ന് ഇങ്ങനെ കടിച്ച് കഴിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു, കുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഉള്ളിത്തോട്ടങ്ങൾ കേട്ടോ. അതൊക്കെ ഇങ്ങനെ വളർന്നുണ്ടാവണേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ബീട്രൂട്ട് തോട്ടത്തേക്കാണ് കേട്ടോ. അപ്പോൾ ആ പോണ വഴിയിൽ കണ്ടോ, വെളുത്തുള്ളിയൊക്കെ അവർ കയറ്റി അയച്ചതിൻ്റെ ബാക്കിയൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ നല്ലോണം ഉണ്ട് കേട്ടോ നിലത്ത് കൂടെയൊക്കെ. നമുക്ക് ഇവിടെ പെറുക്കിയാൽ തന്നെ കുറേ കിട്ടും. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, അമ്മ പെറുക്കല്ല അമ്മ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ പെറുക്കിയിട്ടൊന്നുമില്ല. ഞങ്ങളിതിങ്ങനെ പോണ ബീട്രൂട്ട് തോട്ടത്തേക്ക് പോണ വഴിയിലാണ് കേട്ടോ. കണ്ടോ, ആ വഴിയിൽ നിന്ന് വിജി പറിച്ചെടുത്തതാണ്. അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട് കേട്ടോ. കുറേ ലച്ച് പറിച്ചതിൽ പക്ഷേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പോവുമായിരുന്നു കേട്ടോ. ഇന്നലെ ചിക്കൻ വെച്ചപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ വാങ്ങാൻ മതിയെന്നു. പിന്നെ അതേപോലെ തന്നെ നെയ്ച്ചോറ് വെച്ചപ്പോൾ ക്യാരറ്റ് കിട്ടിയിരുന്നില്ല. അപ്പോൾ ആദ്യം അത് കൂടെ കയറിയിട്ട് അങ്ങനെ റൂമിലേക്ക് പോയാൽ മതിയെന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ബീട്രൂട്ട് തോട്ടത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ പോണ സൈഡിൽ തന്നെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ മഷ്റൂമിൻ്റെ സംഭവങ്ങളാണ് തോന്നുന്നു കേട്ടോ. അത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചെകിടി അങ്ങനെ ഇട്ടതാണ് തോന്നുന്നു കേട്ടോ. അതിൽ കേടുന്ന മഷ്റൂംസൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, അതിനെ തോന്നുന്നു, കറക്റ്റ് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ അതിൻ്റെ ബീട്രൂട്ട് തോട്ടത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറേ നന്നാക്കി ചാക്കിലാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടോ, കുറേ ചേച്ചിമാർ അവിടെ ഇരുന്ന് നന്നാക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു, ഏട്ടന് വ്ളോഗറാണ്, വീഡിയോ എടുക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ. അവരുടെ കത്തി ഏതായാലും സൂപ്പറാണ് കേട്ടോ. അത് കണ്ണനൊന്ന് തൊട്ടുങ്ങാണ്ട് അവൻ്റെ കൈമേലൊന്ന് മുറിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇതാണ് സംഭവം. കണ്ടോ, കുറച്ച് നമ്മളിവിടുത്തെ പോലെ പൂളൊക്കെ കപ്പയൊക്കെ നടുന്ന പോലെ തന്നെ മണ്ണിന് അടിയിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റും തന്നെ മണ്ണിന് അടിയിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. ഇത് പക്ഷേ മണ്ണ് അധികമല്ല, മുകളിൽ തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വലിച്ചാൽ കിട്ടുന്നുണ്ട്, മുകളിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞുവായും കൂടെ ഉണ്ട് ആ ചേച്ചീൻ്റെ അടുത്ത്. അപ്പോൾ വിജി അവനൊരു ഊട്ടി വറുക്കി വാങ്ങിയിരുന്നു ഞങ്ങൾ. അപ്പോൾ അത് കൊടുത്തതായിരുന്നു കേട്ടോ. ഇവിടെ വെയിലത്തിരിക്കുകയാണെങ്കിലും പക്ഷേ വലിയ ചൂടൊന്നുമില്ല കേട്ടോ.
ചൂടൊന്നുമില്ല. ഒരു തണുത്തൊരു ചെറിയൊരു എ സിയിൽ ഇങ്ങനെ ഇരിക്കണ മാതിരിയാണ്. പക്ഷേ അവർക്കത് ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. നമുക്ക് പക്ഷേ ഒരു ചൂടുമില്ല. അപ്പോൾ എന്തായാലും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ പെൺകുട്ടികൾ വരെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ തൊഴിലിന് കണ്ടോ, ഇതൊക്കെ ചെറിയ പെൺകുട്ടിയാണ് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. അപ്പോൾ കുറേ അവർ പറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളത്തെ ആ ഇലയൊക്കെ ഇങ്ങനെ കളയായിരുന്നു കേട്ടോ. അതാണ് ആ ചെയ്യണത്. കുറേ ആൾക്കാർ കത്തി കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വെട്ടിക്കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഞങ്ങളും തന്നെ കുറേ എടുത്തു കേട്ടോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാ കണ്ടോ, ഇതാണ് മൊത്തത്തിൽ അവരുടെ ആ പാടശേഖരം. കുറേ ഉണ്ട്, കുറേ ഇതായി കിടക്കുന്നുണ്ട് കേട്ടോ, വിശാലമായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതാ ഈ ചേച്ചി ഇത് പറക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അങ്ങനെ എടുത്തതാണ് ഞാൻ. അവർ പറിച്ചിട്ടതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടോ, പെട്ടെന്ന് വലിച്ചാൽ കിട്ടുന്നുണ്ട് കണ്ടോ. ഇതിന് പക്ഷേ വെള്ള നനവൊന്നും ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ട് തന്നെ അല്ല കേട്ടോ. ഇതിന് ചിലപ്പോൾ വെള്ളം വേണ്ടി വരില്ല പോലെ, അവിടുത്തെ ആ ക്ലൈമറ്റിൻ്റെ ഇതിനുകൊണ്ട് വെള്ളം വേണ്ടി വരില്ലായിരിക്കാം, എനിക്കറിയില്ല എന്താണാവോ. ഞാനും തന്നെ കുറച്ച് പറിച്ചു കേട്ടോ, കുറച്ച് പറിച്ചിട്ടുള്ളൂ. അത് കണ്ടിട്ട് പിന്നെ മക്കളും കൂടെ പറക്കൽ തുടങ്ങിയിട്ടോ. അതാ കണ്ടോ, ലച്ചുമോൾ പറിച്ച് കുറച്ച് വലുതാണ് കണ്ടോ. അത് കഴിഞ്ഞിട്ട് കുട്ടികളും പറക്കൽ തുടങ്ങിയിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് മുതലായി, വന്നതിന് എന്തായാലും മുതലായി. ഇവിടുന്നും തന്നെ കുറച്ച് ബീറ്റ്റൂട്ടൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോയിട്ടുള്ളതെന്ന് കണ്ടോ. മക്കളൊക്കെ ക്യാരറ്റൊക്കെ അവിടെ ഇട്ടിട്ട് പിന്നെ ബീറ്റ്റൂട്ട് പറിക്കൽ തുടങ്ങിയിട്ടോ. പിന്നെ അതാ ഷിജേട്ടന് അവിടെ നിന്ന് ബീറ്റ്റൂട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ബീറ്റ്റൂട്ട് കുറച്ച് അധികം തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ പൈസയ്ക്കാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. നല്ല ലാഭമായിട്ടോ ഞങ്ങൾക്ക്, പോയതിനൊരു കാര്യമായി. ഇയാൾ പിന്നെ മലയാളിയാണ് കേട്ടോ, പാലക്കാടുള്ള ആളാണ്. അപ്പോൾ അവരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പിന്നെ അവർക്ക് നഷ്ടം ഉണ്ടാവലുണ്ട്, ലാഭം ഉണ്ടാവലുണ്ട്. ചിലതിൽ നമുക്ക് ഒരു 4 ലക്ഷം രൂപ ലാഭം കിട്ടുകയാണെങ്കിൽ പിന്നത്തെ കൃഷിയിൽ നമുക്ക് 3 ലക്ഷം രൂപ നഷ്ടമാവും. കാരണം ഈ ക്ലൈമറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ചിലത് ഈ മഴ കിട്ടിയാൽ അവർക്ക് സാധനം ചീഞ്ഞു പോകുമ്പോലോ. അപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ ക്യാരറ്റിൻ്റെ കാര്യത്തിൽ അവർക്ക് അങ്ങനെ കേട്ടോ, നഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ മൂപ്പര് കുറേ ആയി ഇവിടെ കച്ചവടമൊക്കെ തുടങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഏട്ടനൊക്കെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഞങ്ങൾ കുറേ സമയം നിന്നു കേട്ടോ, പറിക്കുന്നത് കാണാനും. പിന്നെ എന്താ പറയുക, നല്ല പിന്നെ വെയിലിന് അധികം ചൂടില്ലാത്തതുകൊണ്ടേ നിൽക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് നമ്മളെ ഈ നാട്ടിലാണ് ഈ നൃത്തം നിൽക്കുകയെന്ന് വെച്ചെങ്കിൽ നിൽക്കില്ല കേട്ടോ, ഭയങ്കര ചൂടാവൂലേ, വെയിൽ കൊണ്ട് പൊള്ളും. അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ പോരും. അപ്പോൾ അതാ ഏട്ടനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു കേട്ടോ അവർ. ഞങ്ങൾ പിന്നെ കുട്ടികൾ പറിക്കണമൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ അങ്ങനെ എടുക്കുകയായിരുന്നു കണ്ട. അവർക്ക് ഭയങ്കര ഒരു ഉത്സാഹം കേട്ടോ. പക്ഷേ ലച്ചുവിന് നേരെ പണി കിട്ടിട്ടോ. ലച്ചുവിൻ്റെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അവൾക്കത് ഇങ്ങനെ പറിച്ചിട്ട് കുറച്ച് വരെയുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ അവൾക്കിങ്ങനെ കയ്യുമ്പോൾ മുറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു സീനറി. നല്ല ഭംഗിയുണ്ട് കാരണം കാണാൻ കണ്ടോ. കുറേ സ്ഥലങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവർ. ഇത് ഞാൻ പറഞ്ഞല്ലോ മുകളിൽ നിന്ന് കണ്ടിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഇതെല്ലാം നമ്മളെ റൂട്ട്. കുറച്ച് ദൂരം നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നതാണ്. ഇത് കണ്ടിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. പിന്നെ ഇനി തിരിച്ചങ്ങോട്ട് തന്നെ പോകണം. ഇതാ കണ്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി, കുറച്ചുകൂടെ പോയിട്ടോ. പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് പിന്നെ നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ. അവിടെ റെയിൽവേ സ്റ്റേഷനാണ്, ഊട്ടിയിലത്തൊരു റെയിൽവേ സ്റ്റേഷനാണ്, ലൗഡൈൽ എന്ന് പറഞ്ഞിട്ട്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും വിചാരിക്കണേ. ഇവിടെ വന്നവരൊക്കെ ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അങ്ങനെ പോവാറ്. അപ്പോൾ ഇപ്പോൾ വണ്ടിയൊന്നും ഇല്ലാതെ തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറില്ല കേട്ടോ. ജസ്റ്റ് ചെറിയ പോയിൻ്റ് ഇതുണ്ട് കേട്ടോ, ടൂറിസ്റ്റുകൾക്ക് തന്നെ ഇങ്ങനെ പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ കാത്ത് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ പിന്നെ എന്തായാലും കാത്ത് നിന്നില്ല കേട്ടോ. നമുക്ക് ഇന്ന് തന്നെ രാത്രി ആകുമ്പോഴത്തേന് വീട്ടിലെത്തണം വിചാരിച്ചിട്ട് അപ്പോൾ കാത്തൊന്നും നിന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോരാ പറഞ്ഞിട്ട് അങ്ങനെ പോന്നു. ജസ്റ്റ് ഒന്ന് റെയിൽവേ സ്റ്റേഷനും ആ സംഭവങ്ങളൊക്കെ ഒന്ന് കയറി കാണാൻ വിചാരിച്ചിട്ടേ അങ്ങനെ കയറിയതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, അങ്ങനെ പോന്നു. പിന്നെ അതാ ഞങ്ങൾ നേരെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് കേട്ടോ. അവിടേക്കും തന്നെ പിന്നെ കൂടുതൽ വീഡിയോസൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ പോകുന്ന വീഡിയോസ് കേട്ടോ അതൊന്നും എടുത്തില്ല എന്നാണ് പറഞ്ഞത്. ഇത് പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്, പാർക്കിങ്ങിൻ്റെ അവിടെ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു.
അപ്പോൾ അതാ കണ്ടോ, ഈ ഒരു ടൈം ആയപ്പോഴത്തേനും എനിക്ക് നല്ല മൈഗ്രെയിൻ്റെ തലവേദന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ഗുളികയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ യാത്രയും കൂടി ആയതുകൊണ്ടാണ് തോന്നുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ സാധാരണ ഉണ്ടാവാറില്ല, മരുന്ന് കുടിച്ചാൽ മാറുന്നതാണ്. എന്തോ ഇപ്രാവശ്യം അത് പറ്റിയില്ല തോന്നുന്നത്. അപ്പോൾ അതാ ഏട്ടൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വരി നിൽക്കുകയാണ് കേട്ടോ. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പറയുമ്പോൾ ഇവിടെ സീസണും കൂടി ആയിട്ടില്ല, മെയ് മാസത്തിലാണ് സീസണ്. മെയ് മാസത്തിൽ പിന്നെ ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് നടത്താറ്. പക്ഷേ എന്തോ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. വെക്കേഷനും കഴിഞ്ഞു, വിഷു കഴിഞ്ഞു, പിന്നെ അതേപോലെ തന്നെ പെരുന്നാൾ കഴിഞ്ഞു. അതിൻ്റെയൊക്കെയാണ്. മലയാളീസ് അല്ലാത്തവരുണ്ട് കേട്ടോ, കുറേ ആൾക്കാരുണ്ട്. പിന്നെ അതാ കുട്ടികൾക്ക് കുറച്ച് സ്നാക്സ് ഒന്നും കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കേട്ടോ, അവിടെ എത്തിയപ്പോഴാണ് വാങ്ങിക്കൊടുത്തത്. കുട്ടികളും തന്നെ ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഒരു കച്ചറി ഉണ്ടായിരുന്നില്ല കുട്ടികളൊന്നും. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ വേണ്ടത് ചോദിച്ച് അങ്ങനെ വാങ്ങിട്ടോ. ഒരു മാങ്ങയും വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ പൊട്ടറ്റോ, പിന്നെ അതേപോലെ തന്നെ കോണ്, പിന്നെ എന്തോ ഒരു സംഭവം ഇതാ കണ്ടോ, ഈ സാധനം അതിൻ്റെ പേരെന്താ എനിക്കറിയില്ല, അതൊക്കെ വാങ്ങി അങ്ങനെ പോന്നു കേട്ടോ. പിന്നെ അത് ആമിക്കുട്ടിക്കൊരു മങ്കി ക്യാപ്പും കൂടെ വാങ്ങിയിട്ടുണ്ട്. അവൾക്ക് തണുപ്പടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ അതും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇതിങ്ങനെ കയറുകയാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുകയാണ്. അപ്പോൾ ഇവരൊക്കെ അത് കണ്ടിട്ടുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ കാണാത്തത്. എനിക്കാണെങ്കിൽ കാണേണ്ട മൂടൊക്കെ പോയിട്ടോ, തലവേദനിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ അതാ കണ്ടോ, ഫ്ലവർ ഷോൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ നല്ലോണം പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. കുറേ സ്ഥലങ്ങളിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ മോളിക്കൊന്നും പോയ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറുന്ന ഒരു സ്ഥലത്തുള്ള ഫ്ലവർ ഷോ ആണ് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ വരുന്നവർക്ക് കാണാനുള്ള അങ്ങനെ വെച്ചതാ തോന്നുന്നു കേട്ടോ. ഇനി ഇതൊക്കെ മാറ്റിയിട്ട് മെയ് പകുതിയൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നു ഫ്ലവർ ഷോ തുടങ്ങുന്നത്. കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ, അവിടെ അങ്ങനെ പറയണത് കേട്ടു, അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാ കേട്ടോ. ഇതാ കണ്ടോ, കുറേ ഫ്ലവേഴ്സ് ഉണ്ട്, ഇഷ്ടംമാതിരി ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, പോപ്പിച്ചെടി എന്നൊക്കെ പറയില്ലേ, അതൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. ഇതൊക്കെ വേറെ തരത്തിലുള്ള ചെടികളാണ്. പിന്നെ ഇവിടുത്തെ പോലെ തന്നെ ചെമ്പരത്തി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല കേട്ടോ. ഒക്കെ നമ്മൾ ഈ കുഴിച്ചിടാൻ പറ്റിയ ചട്ടിയിൽ കുഴിച്ചിടാൻ പറ്റിയ അങ്ങനത്തെ ചെടികളാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. കണ്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ അതിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ മുകളിൽ കൂടെയൊക്കെ കുറേ ദൂരം നടന്നു കേട്ടോ. അതൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. കുട്ടികൾക്ക് എന്തോ പാർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ഇപ്പോൾ പാർക്കും കാര്യങ്ങളും ഊഞ്ഞാലൊന്നും ഇല്ല. അതെന്തോ ഇപ്പോൾ ഇനി ഈ പണീൻ്റെ ഭാഗമായിട്ട് മാറ്റി അഴിച്ചു വെച്ചതാണോ എന്താണെന്നൊന്നും അറിയില്ല. അവിടെ ഞങ്ങൾ വെറുതെ കുറേ ദൂരം പോയി. അപ്പോൾ എന്തായാലും ഇവിടുത്തെ വീഡിയോസ് ഞാൻ ഇത്രയൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഞങ്ങളിങ്ങനെ ജസ്റ്റ് അവിടുന്ന് പോരുന്നതാണ് കേട്ടോ വീഡിയോ. മുകളിലൊക്കെ പോയി തിരിച്ചിറങ്ങണ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നും പോന്ന് ഞങ്ങളങ്ങനെ പിന്നെ എവിടെയും കയറിയിട്ടില്ല കേട്ടോ. കാരണം അവിടെ ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നു. ഇന്നല്ല ഞങ്ങൾ പോരുന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടിയായിരുന്നല്ലോ. അതവിടെ ആരോ CM ആരോ വരുന്നുണ്ട് പറഞ്ഞിട്ട് വണ്ടികളൊക്കെ പിടിച്ചിട്ടിട്ട് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. പോന്നപ്പോഴും തന്നെ ഞങ്ങൾക്ക് അതേ അവസ്ഥ തന്നെ കിട്ടി, ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോരുന്ന വഴിക്കിൽ മക്കൾക്ക് കുറച്ച് ബ്രെഡും പിന്നെ അതേപോലെ തന്നെ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ഇറങ്ങിയിരുന്നു കേട്ടോ. അവിടുന്ന് ഞാനൊന്ന് വൊമിറ്റുകയൊക്കെ ചെയ്തു. അപ്പോൾ മൈഗ്രെയിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ടേ അപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ ഞാനത് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് വീട്ടിലെത്താൻ നേരത്തുള്ള വീഡിയോ ആണ്. അത് ഞങ്ങൾ ഫുഡ് വാങ്ങാൻ നിൽക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. വൈകുന്നേരത്തേക്കല്ല, പാതിരയായിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളെ ഊട്ടി ട്രിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്